ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു വനിത ഡോക്ടറും പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും കൂടുതൽ വനിതകൾ അംഗങ്ങളാകുകയാണല്ലോ. പണ്ട് നാം കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ IS വനിതകൾ പോയത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് വനിതകളുടെ എണ്ണം. വർദ്ധിച്ചു വരികയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ ISIS-ലോട്ട് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകുന്ന സംവിധാനത്തോടുകൂടി വ്യാപകമായിട്ട് ലോകത്ത് ഇസ്ലാമിക ഭീകരതയ്ക്ക് സ്ത്രീകളെ ഭീകരശക്തിയെ കൂടെ ഉപയോഗിക്കുന്ന രീതി വന്നത് ISIS തൊട്ടാണ്. സ്ത്രീകളെ കൊണ്ടുപോയത് എല്ലാവരെയും ഭീകരപ്രവർത്തനത്തിനൊന്നും അല്ല, മറ്റു പല ഉദ്ദേശത്തിലുമാണ്. ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഇസ്ലാമിക ഭീകരന്മാർക്ക് കൂട്ടായിട്ടൊക്കെ കൊണ്ടുപോയതാണ് കൂടുതൽ പേരെയും. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പം അവരെയും ഭീകരപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, ഇപ്പം നെതർലൻഡ്സ്, ഫ്രാൻസ്, ജർമ്മനി, അങ്ങനെ പല രാജ്യങ്ങളിലും, ബെൽജിയം, ഇവിടെയൊക്കെ ഇതിന്റെ പ്രശ്നം വന്നിട്ടുണ്ട്. അവിടൊക്കെ ഭൂരിപക്ഷവും ISIS-ൽ നിന്ന്, സിറിയയിൽ നിന്നും മടങ്ങിയെത്തിയവരൊക്കെയാണ് ഈ വക കാര്യങ്ങളിലേക്ക് കടന്നത്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. ഭാരതത്തിലേക്ക് ഇസ്ലാമിക സ്ത്രീ ഭീകര ശക്തി സംഘടിപ്പിക്കപ്പെടണം എന്ന് ചിന്തിക്കാനുണ്ടായ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറില് ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തോടുള്ള അവരുടെ പ്രതികരണമായിട്ടാണ് ഇനിയും പെണ്ണുങ്ങളെയും സംഘടിപ്പിക്കാൻ തോന്നലായത്. അപ്പൊ ഇത് ഭാരതത്തിനുള്ളിലാണെങ്കിലും ലോകത്ത് മൊത്തമാണെങ്കിലും നൽകുന്ന ഒരു സുപ്രധാനമായ സന്ദേശമുണ്ട്. അതിതാണ് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അവസാനത്തിന്റെ നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ കരുത്തും കാര്യശേഷിയും ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സാധ്യതകളും ലോകത്ത് കുറഞ്ഞു വരുന്നത് ബോധ്യമായ സാഹചര്യത്തിലാണ് അവസാനം സ്ത്രീകളെ കൂടെ കളത്തിലിറക്കാം എന്ന് തീരുമാനിച്ചതെന്ന് പറയാതിരിക്കാൻ ആവശ്യമില്ല. വനിതാ ചാവേറുകളെയും കാണാല്ലേ? വനിതാ ചാവേറുകളെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, പുരുഷന്മാരോട് പറയുന്നത് ജിഹാദിനിറങ്ങി കാഫിറുകളെ കൊന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ അതാ ഞാൻ പറഞ്ഞു വരുന്നത്, എണ്ണക്കണക്ക് ഇഷ്ടം പോലെ ഹൂറികളെ കിട്ടുമെന്ന. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ എന്താ ഓഫറ്? സ്ത്രീകൾക്കും അങ്ങനെ എന്തെങ്കിലും ഓഫർ വേണ്ടേ? നിങ്ങൾ കാഫിറിനെ കൊന്നിട്ട് മേലോട്ട് എല്ലാമെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾ ഈ സ്ത്രീകളെ തന്നെ ആദ്യം പോയ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുവോ, അതോ ഈ സ്ത്രീകൾക്ക് പുതിയതായിട്ടുള്ള പുരുഷ കേവന്മാരെ കോമളന്മാരെ വിട്ടുകൊടുക്കുമോ എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഒന്ന് വ്യക്തമാക്കണ്ടേ? അതൊന്ന് വ്യക്തമാക്കി ഒരുപക്ഷെ നമ്മുടെ ഈ ഡോക്ടർ അത് വ്യക്തമാക്കി കൂടുതൽ പേര് അംഗമാകുന്നു. അതെ, അതൊക്കെ ഡോക്ടർ ഷഹീദെ പോലുള്ളവർക്ക് ഒരുപക്ഷെ വ്യക്തമായിട്ടുണ്ടാവും. അവർക്ക് എവിടെന്നെങ്കിലുമൊക്കെ ആകാശത്തു നേരിട്ട് ഈ പ്രവാചക ശബ്ദം കേട്ടിട്ടുണ്ടാവും. അതായത് പുരുഷന്മാരുടെക്കെല്ലാം കിട്ടുന്ന വ്യവസ്ഥ കഴിഞ്ഞു, ഇനി സ്ത്രീകൾക്ക് വേണ്ടി കൂടെ അവിടെ പുരുഷന്മാർക്ക് ഊരുകളെ കൊടുത്ത പോലെ സ്ത്രീകൾക്കും കാഫിറുകൾക്കും ജിഹാദിൽ വിജയിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞെന്നുള്ള ഓഫർ ഉണ്ടോ നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഭയപ്പെട്ടിട്ട് തന്നെയാണ് ഈ വഴിയിലേക്ക് വന്നിരിക്കുന്നത്. പാകിസ്ഥാനിലെ ജയ്ഷെ മുഹമ്മദിനാണെങ്കിലും നമ്മൾ ഓർക്കുന്നില്ലേ, ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് എന്നെ മാത്രം എന്തിനാ ബാക്കി വെച്ചിട്ട് എൻ്റെ കുടുംബക്കാരെ മുഴുവൻ കൊന്നു തീർത്തെന്ന് ദൈവത്തോട് പരാതി പറയുന്ന കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭീകരന്റെ മുഖം. ആ ഭീകരന്മാർ തന്നെയാണ് പറയുന്നത്, ഞങ്ങളെ കൊണ്ട് ഇനി പറ്റില്ല, സ്ത്രീകളെ നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചു നോക്കാൻ പറയുന്നത്.
എന്തായാലും അല്ല, ആ വിഭാഗത്തിൽ ഈ തീവ്രവാദികൾ എല്ലാ കാലത്തും സ്ത്രീകളെ അടിമകളായിട്ടാണ് കരുതിയിരുന്നത്. അപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരിച്ചടികൾ ഉണ്ടായി, പരാജയങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങും എന്ന് പറയുന്നത്. അവരിറങ്ങാൻ പറയുന്നത് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങാൻ പറയുന്നത് അതിനാണ്. ഇനി ഒരു കാര്യം, ഏറ്റവും വലിയ കാര്യം ചിന്തിക്കേണ്ടത്, എനിക്കകത്ത് നമ്മൾ ഇത്രയും പറഞ്ഞതിനകത്ത് ഒരു തരവാ പറഞ്ഞത്, ഇതിന്റെ ഏറ്റവും വലിയ ഭീഷണി ആർക്കാ? ഈ സ്ത്രീകളെ ഭീകരവാദികളാക്കി മാറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഭീഷണി ആർക്കാ? എന്താ അങ്ങയുടെ അഭിപ്രായം? ശ്രീജിത്തിന്റെ അഭിപ്രായം എന്താ? അത് മറ്റുള്ള മതസ്ഥ അല്ല, അതുകൊണ്ട് ഏറ്റവും വലിയ അപകടം സംഭവിക്കാൻ പോകുന്ന ഇസ്ലാമിക സമൂഹത്തിനാണ്. നേരും നെറിയുമുള്ള ആ മതപരമായ വിശ്വാസത്തിൽ അടിസ്ഥാനപരമായി ഉറച്ചു പോകുന്ന ഇസ്ലാമിന്, യഥാർത്ഥ ഇസ്ലാമിനാണ് ഏറ്റവും വലിയ ഭീഷണി. അതെങ്ങനെയാണ്? അവര് സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാ. സ്ത്രീകളെ പർദ്ദ അണിയിച്ച് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്ത്, അവരുടെ വീടുകളിലെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത്, സംരക്ഷണം കൊടുത്ത്, സുരക്ഷ കൊടുത്ത്, ആരെങ്കിലും അന്യപുരുഷൻ വീട്ടിൽ വന്നാൽ സംസാരിക്കുന്നതിന് പോലും നിയന്ത്രണം കൊടുത്ത് സ്ത്രീയെ സംരക്ഷിക്കുന്ന ഒരു സമൂഹത്തിലെ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ പർദ്ദ ഊരിക്കളഞ്ഞ് ഹിജാബ് പൊതുസമൂഹത്തിൽ കാണിച്ചാലും ഭീകരപ്രവർത്തനം ഹിജാബ് വെക്കാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് സ്ത്രീ എന്നുള്ള പരിഗണന, സ്ത്രീ എന്നുള്ള പരിമിതി, അതെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് അതെല്ലാം ത്യാഗം ചെയ്ത് ഈ പുരുഷ ഭീകരവാദികൾക്ക് കൂട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ നിന്ന് ഒന്നും രണ്ടും പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോഴാണ് ഇപ്പൊ തന്നെ കാര്യം വന്നു. ഈ പുരുഷനോടൊപ്പം ഭീകരവാദത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട സ്ത്രീകളുടെ ശരാശരി പ്രായം 24 വയസ്സാണെന്നാണ് നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്നത്. അപ്പൊ ചെറിയ പെൺകുട്ടികൾ തൊട്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക സ്ത്രീകളെ മാനം കളഞ്ഞ തീരുവെന്ന് ഈ ദുഷ്ടബുദ്ധികൾ ചിന്തിച്ചു തുടങ്ങിയിടത്താണ് അവർക്ക് ഇങ്ങനെ ഒരു തലതിരിഞ്ഞ ആശയം മനസ്സിൽ കയറിയിരിക്കുന്നു. അല്ല, അതാണ് ഈ സ്ത്രീകൾക്ക് ഒന്നിലധികം സ്ത്രീകളെ വളരെ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയുമല്ലോ പെട്ടെന്ന്. ശരിയാ, സ്ത്രീകൾക്ക് സ്വാധീനിക്കാൻ കഴിയും. കാരണം ഞാൻ തുടക്കം സൂചിപ്പിച്ചുകൊണ്ടല്ലോ, കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ IS റിക്രൂട്ട്മെന്റ് ചെയ്ത മറ്റു മതസ്ഥരായ സ്ത്രീകളെ ഉൾപ്പെടെ റിക്രൂട്ട് ചെയ്ത ഈ സ്ത്രീകളാണ്. ഈ സൗഹൃദം സ്ഥാപിച്ച് ഈ ഒരുമിച്ച് പഠിക്കുകയും പിന്നീട് ഒരുമിച്ച് സൗഹൃദം സ്ഥാപിച്ചാണ് ഇവരെ മാറ്റി വിദേശത്തേക്ക് കടത്തുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ആക്കുന്നവരെ നിങ്ങൾക്ക് ഇരകളാക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ സൗഹൃദം പ്രാപിച്ചു കൊണ്ടിരുന്നവരെ ഇസ്ലാമാക്കി പലർക്കും കല്യാണം കഴിക്കാൻ സംബന്ധിച്ച് കൊടുത്ത് അഖിലയുടെ കാര്യം പറഞ്ഞ പോലെ മാറി മാറി പലർക്കും വിവാഹബന്ധത്തിനും മറ്റു താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റും. അവരെ പക്ഷെ ഭീകരവാദിയാക്കാൻ പറഞ്ഞ എളുപ്പമല്ല. ഭീകരവാദി പോരാട്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മതം മാറ്റിയെടുക്കുന്ന ആളുകളെ ഇപ്പോൾ ജയിലിലുണ്ടല്ലോ. അല്ല, അതൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് മതം മാറ്റിയെടുത്ത സ്ത്രീകളെ, പെൺകുട്ടികളെ ലവ് ജിഹാദിനൊക്കെ മാറ്റി വന്നിരിച്ചു. അവരെ നിങ്ങൾക്ക് ലവ് ജിഹാദും കൊണ്ട് പോയിട്ട് നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനപ്പുറമായിട്ട് പോരാട്ടത്തിന് പറ്റുന്ന സ്ത്രീ ശക്തിയായിട്ട് ആക്കി മാറ്റിയെടുക്കുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആ വിവരം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പുതിയ റിക്രൂട്ട്സിന്റെ എണ്ണം കുറയും. ഇവ കാലം വളരെ വ്യത്യസ്തമാണ്. സംഭവിക്കുന്ന വിവരങ്ങൾ എല്ലായിടത്തും അറിയും. ചർച്ചയ്ക്കെടുത്തപ്പോൾ ഞാൻ ബെൽജിയത്തിലെയും നെതർലൻഡ്സിലെയും ജർമ്മനിയിലെയും ഫ്രാൻസിലെയും ഒക്കെ വിവരങ്ങളും അവിടെയൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്താണ് സർക്കാരുകൾ ചെയ്യുന്നതെന്നും തടവറകളിൽ പോലും എന്തെല്ലാം പരിഗണനകൾ ഇപ്പൊ ചെയ്തിരിക്കുന്നു ഒക്കെ കൃത്യമാണിപ്പം. ആ ഒരു സാഹചര്യത്തില് പ്രേമത്തിന്റെ പേരിൽ മാറിപ്പോകുന്നവര് ആ പ്രേമത്തിന്റെ പ്രണയത്തിന്റെ ബാക്കിയായിട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതത്തിലൊക്കെ തയ്യാറാവുമായിരിക്കും. പക്ഷെ കൊണ്ട് ഭീകരപ്രവർത്തനത്തിൽ എന്ന് പറയുമ്പം അതിനു വേണ്ടി വരുന്നത് യഥാർത്ഥ മുസ്ലിം സ്ത്രീകളെ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അവരെ ആവേശം കയറ്റി അവരെ തീവ്രവാദം അടിച്ചേൽപ്പിച്ച് അവരെ റാഡിക്കലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും.
പക്ഷെ അങ്ങനെ ഉപയോഗിക്കുക എന്ന് പറയുമ്പം അത് നഷ്ടമാക്കുന്നത് ലോകത്തിലാകമാനമുള്ള മുസ്ലിം വനിതകളെ തന്നെയാണ്, അവരുടെ ശക്തിയാണ്, അവരുടെ ആ ഐശ്വര്യപൂർണമായ ജീവിതത്തെയാണ് തകർക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. അതല്ല പാവപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യാനുള്ള പദ്ധതിയെങ്കിൽ അതും ലോങ് റണ്ണിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് മുസ്ലിമിന് തന്നെ ആത്മഹത്യാപരമായിട്ട് വരും. അതുകൊണ്ട് ഈ സ്ത്രീകളെ ഭീകരവാദികളാക്കുക എന്നുള്ള പദ്ധതി ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം തിരുത്തലുണ്ടാവേണ്ടത് മുസ്ലിം സമൂഹത്തിൽ നിന്നാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി കാണണം, ഇതിപ്പം ഈ ഡോക്ടർ ഷഹീൻ ഷാക്കിയുടെ കേസ് പറഞ്ഞാൽ അവർ മുസ്ലിം വനിത എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, അവർ ഡോക്ടറാണ്. ഭാരതത്തിന്റെ സർക്കാരിന്റെ പണം മുടക്കി ആനുകൂല്യങ്ങൾ നേടി MBBS വരെ വിദ്യാഭ്യാസം ചെയ്ത ആ എല്ലാ അനുകൂല സാഹചര്യം അനുഭവിച്ച ഒരു സ്ത്രീയാണ് ഇന്ന് രാഷ്ട്രദ്രോഹത്തിന്, രാജ്യദ്രോഹത്തിന്, മതഭീകരവാദത്തിന് തയ്യാറാവുന്നത്. അതുപോലെ തന്നെ അവർ കൂടെ ചേർത്ത ഡോക്ടർമാരുടെ സമൂഹം, ആ വൈറ്റ് കോളർ ടെറർ മോഡ്യൂൾ, അത് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാമായിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ മെഡിക്കൽ കോളേജുകളിൽ, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്ന വിവരം നമുക്കൊക്കെ അറിയാമായിരുന്നു. ഇന്നത്തെ പ്രകടമായിരിക്കുന്നു. വസ്തുത പൊതുജനങ്ങളുടെ സമൂഹത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തിരുത്തൽ ആരംഭിക്കണം. ഇനിയും തീവ്രവാദത്തിന് മതമില്ലെന്നും തീവ്രവാദികൾ അങ്ങനെ ചെയ്യുന്നത് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാണെന്നും അടിച്ചമർത്തുന്നുണ്ടെന്നുള്ള ന്യായമൊക്കെ പറയാതെ എന്ത് വില കൊടുത്തും പുരുഷ ഭീകരവാദമാണെങ്കിലും സ്ത്രീ ഭീകരവാദമാണെങ്കിലും അടിച്ചമർത്തിയേ തീരൂ. അതിൽ കൂടുതൽ പ്രധാനമായിട്ട് സ്ത്രീ ഭീകരവാദം. അത് തകർത്തില്ലെങ്കിൽ കുടുംബങ്ങളിലെ ബന്ധം, ഇസ്ലാമിക കുടുംബങ്ങളിലെ ബന്ധം, മുസ്ലിം കുടുംബങ്ങളിലെ ബന്ധം, സമൂഹത്തിലെ ബന്ധം, ഇതെല്ലാം തകരും. വ്യവസ്ഥ ഇസ്ലാമിക സമൂഹത്തിന്റെയും അനിസ്ലാമിക സമൂഹത്തിന്റെയും ആ സാമാജിക വ്യവസ്ഥയെ തന്നെ അപകടകരമാക്കുമെന്ന് അറിയേണ്ടവർ അറിയണം. അവിടെ ഭരണകൂടത്തിന്റെ ആണെങ്കിലും ശക്തമായ ഇടപെടൽ ഉണ്ടായി കഴിയും. അതിന് സഹായകരമായി നിൽക്കുന്ന ശക്തികൾ, രാഷ്ട്രീയ ശക്തികൾ, അത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ആരായാലും അവരും സത്യം മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഭാരതം പോലുള്ള സമൂഹത്തിന് ഇതിൽ നിന്നൊരു മുക്തി കിട്ടും എന്നാണ് നമുക്ക് കരുതേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.